നമസ്കാരം സുഹൃത്തുക്കളെ. പട്ടാളത്തിൽ ചേരുക, രാജ്യത്തെ സേവിക്കുക എന്നുള്ളത് ഒരു മഹത്വമായിട്ട് ഒരു കാര്യമായി പരിഗണിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ വരുന്നത്. നമ്മൾ ഇന്ത്യയിൽ നോക്കിയാൽ നമുക്കറിയാം, 10ഉം 12ഉം തലമുറകളായിട്ട് രാജ്യത്തെ സേവിച്ച ഒരു തലമുറ ഇന്ത്യയിലുണ്ട്. അതായത് എൻ്റെ മുത്തച്ഛൻ, മുത്തച്ഛൻ്റെ മുത്തച്ഛൻ ആർമിയിൽ ജനറലായിരുന്നു, മേജറായിരുന്നു, ഞാനും ഒരു മേജർ. ആ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. കാരണം ഹിമാചൽ പ്രദേശ് ആയാലും മധ്യപ്രദേശ് ആയാലും രാജസ്ഥാനിലൊക്കെ ഒരുപാട് കുടുംബങ്ങൾ 5ഉം 6ഉം തലമുറകളിൽ ആർമിയിൽ സേവനമനുഷ്ഠിച്ചതാണ്. കാരണം അവരിലൊക്കെ മിടുക്കന്മാരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് പല ജോലികളിലേക്കും പോകാം. ഈ NDA പരീക്ഷ പാസ്സായി ഒരു ഓഫീസർ ആവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. നല്ല തല വേണം, നല്ല അതോടൊപ്പം നല്ല പേഷ്യൻസ് വേണം, മിടുക്കന്മാരായിരിക്കണം. അവർക്ക് IIT-യിൽ പോകാം, IIM-ൽ പോകാം, പല പല മൾട്ടിനാഷണൽ കമ്പനികളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കാറാം. അത് ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബം ഇന്ത്യക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ചു, രാജ്യത്തെ സേവിക്കുക എന്നുള്ള ആഗ്രഹം കൊണ്ട് മുന്നേറി വരുന്ന തലമുറ നമ്മൾക്കുണ്ട്. അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ദേശം, നമ്മുടെ രാജ്യം ഭരിച്ചവരുടെ ഒരു സേവനം കൂടിയാണ്. കാരണം ഒരുപക്ഷെ രാജ്യത്തിന്റെ തലവന്മാർ ആരാണോ രാജ്യം ഭരിക്കുന്നത്, അവരെ കണ്ടുകൊണ്ടാണ് തലമുറ മുന്നോട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിക്കാവുന്ന വിഷയം എന്ന് പറയുന്നത് ലണ്ടനില് ലോകത്തിലെ സൂര്യൻ അസ്തമിക്കാത്ത കിരീടം അവകാശമുള്ള ആ ഒരു രാജ്യമായിട്ടുള്ള ലണ്ടൻ എന്നുള്ള ആ ബ്രിട്ടീഷ് എന്നുള്ള ആ ഒരു എംപയറിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിവരക്കേട്. കാരണം ഇന്ന് ആളെ കിട്ടാനില്ല. ബ്രിട്ടീഷ് ആർമി പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് 38% ബിലോ ആണ് അവരുടെ ആർമി സ്ട്രെങ്ത്. അതായത് 1000 പേര് വേണമെങ്കിൽ 700, 800, 700, 600 പേരെ കയ്യിലുള്ളൂ. 38% ഷോർട്ട് ആർമി സ്ട്രെങ്തിനെക്കാട്ടും. ആളുകൾ മുന്നോട്ട് വരുന്നില്ല. ചെറുപ്പക്കാര് 18ഉം 20ഉം വയസ്സായ ചെറുപ്പക്കാർ ആരും മുന്നോട്ട് വരാത്തതുകൊണ്ട് ഈ ശുഷ്കിച്ച അവസ്ഥയിലാണ് ബ്രിട്ടീഷ് ആർമി. ഇവർ പറയുന്നത് 1800-കളിലാണ് ഇത്രയും ഒരു ശോഷിച്ചൊരവസ്ഥയിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയർ പോയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ മുന്നോട്ട് വരാത്തത്? കാരണം വളരെ സിമ്പിളാണ്. ഒരു 18ഉം 20ഉം വയസ്സായ ചെറുപ്പക്കാരെ നോക്കുമ്പോൾ അവർ റോട്ടിൽ കൊണ്ട് നടക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? മുൻ പട്ടാളക്കാര് അവിടെ യൂണിഫോമിൽ എവിടെയൊക്കെയോ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു, കടകളുടെ മുമ്പിൽ കിടന്ന് ഉറങ്ങുന്നു, കള്ള് കുടിച്ച് നടക്കുന്നു, പലർക്കും വീടുകളില്ല, കുടുംബമില്ല. അതേസമയം ഇന്നലെ മിനിഞ്ഞാന്നും ബോട്ടുകളിൽ കയറി വരുന്നവർക്ക് 5 സ്റ്റാർ ഹോട്ടലിലെ താമസം, സുഭിക്ഷമായ ഭക്ഷണം, അവർക്ക് ഇവരെ നിയമങ്ങളൊന്നുമില്ല. ചെറുപ്പക്കാരെ കാണുന്ന ഒരു കാഴ്ചയാണ് യൗവനം. അതായത് 20 മുതൽ 35 വയസ്സ് വരെയുള്ള നല്ല സുവർണ കാലഘട്ടം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചിട്ട് എന്താണ് തിരിച്ചു കൊടുക്കുന്നവര്? ഒന്നും കൊടുക്കുന്നില്ല. തിരിച്ചു വരുമ്പോൾ വീടുമില്ല, കുടുംബവുമില്ല, പണവുമില്ല, തെരുവിലേക്ക് ആക്കുകയാണ്. പണം ആർക്കാണ് പോകുന്നത്? പണം പോകുന്നത് അവരുടെ ശത്രുക്കളായിട്ടുള്ള, അവരെ നശിപ്പിക്കാൻ വരുന്ന ചെറുപ്പക്കാർക്കാണ് പണം മുടക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും തലമുറ പട്ടാളത്തിൽ ചേരാൻ വരുമോ? പലതരത്തിലുള്ള ഡ്രൈവുകൾ പറയുന്ന അവർ കോളേജിൽ കൊണ്ടുപോകാം, ഫ്രീ ആയിട്ട് പണം കൊടുക്കാം, എഡ്യൂക്കേഷൻ ലോൺ ഫീ. എന്നാലും യുവജനങ്ങൾ പറയുകയാണ്, ഞങ്ങളെ സേവിക്കാത്ത, ഞങ്ങളെ സ്നേഹിക്കാത്ത, ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു സർക്കാരിലേക്ക് ഞങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല, ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചു കൊള്ളാമെന്ന്. അതായത് 2000-ഓളം ആരംഭിച്ചിട്ട് 19 വർഷമായി ലിബറൽസുകളും സോഷ്യലിസ്റ്റുകളും ലെഫ്റ്റുകളും ഭരിച്ച്, അറിയില്ലേ, അഫ്ഗാനിസ്ഥാൻ വാർ, ഇറാൻ വാർ, പിന്നെ ലിബിയ വാർ, അങ്ങനെ അവർ പറയുന്നത് ഈ പൊളിറ്റീഷ്യൻസിന്, രാഷ്ട്രീയക്കാർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി യുദ്ധമുണ്ടാക്കി ഞങ്ങൾ എന്തിനാ അവിടെ പോയി മരണപ്പെടണം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവർ പറയുന്നത്. കാരണം ജനങ്ങൾ ബുദ്ധിമാന്മാരായിരിക്കുന്നു. ഇത് പറയുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനം നമ്മൾ പറയേണ്ടത്. കാരണം എന്ത് വെച്ചാലും നമ്മുടെ നാട്ടിൽ ഇന്നും യുവാക്കള് പട്ടാളത്തിൽ ചേരാൻ മുന്നോട്ട് വരുന്ന ജോലി കിട്ടാത്തത് കൊണ്ട് മാത്രമല്ല, ഒരു രാജ്യസേവനം, അവരുടെ ജീവനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആത്മഹൂതി, അല്ലെങ്കിൽ നാളെ അവർക്ക് ആ ഒരു ഫ്രണ്ട് ലൈനിൽ നാളെ അവർക്ക് കൊണ്ട് ചെല്ലില്ല, അല്ലെങ്കിൽ അനാവശ്യമായ യുദ്ധങ്ങളിലേക്ക് പോകുന്ന ഒരു സർക്കാരല്ല, ബുദ്ധിയുള്ളവരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രമാണ് യുവാക്കൾ മുന്നോട്ട് വരുന്നത്. ഇതുപോലുള്ള ടോണി ബ്ലെയർ, സ്റ്റാർമർ ട്രൂപ്പർ, ഒരു യുവാവ് പറയുകയാണ്, എനിക്ക് ബ്രിട്ടീഷ് ആർമി അല്ല, ഇത് സ്റ്റാർമർ ട്രൂപ്പറുടെ കീഴിൽ പോകണ്ട എന്ന് പറയുന്നത്. കാരണം ഇതുപോലുള്ള മണ്ടന്മാര് ആരുടെയൊക്കെയോ പണം വാങ്ങിച്ചുകൊണ്ട് 10ഉം 5000 പട്ടാളക്കാരെ എവിടെയെങ്കിലും അയക്കും, റഷ്യയിലേക്കും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കും അയച്ച് മരിക്കാൻ എനിക്ക് താല്പര്യമില്ല. യുവാക്കൾ ചിന്തിച്ചു തുടങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞത്, മസ്ബൂട്ട് സർക്കാർ
അതായത് ഒരു ഉറച്ച തീരുമാനമുള്ള സർക്കാരില്ലെങ്കിൽ, അല്ലെങ്കിൽ നട്ടലുള്ള, അല്ലെങ്കിൽ വാഴപ്പിണ്ടിയായിട്ടുള്ള ഒരു ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ രാജ്യം നശിക്കാൻ അധികം സമയം വേണ്ട. കണ്ടില്ലേ, ഇവിടെ ഇപ്പം ആർമി ഇല്ല, ഏത് സമയം വേണമെങ്കിലും റഷ്യക്ക് വേണമെങ്കിൽ കൈയടക്കാം ആരെ, യൂറോപ്പിനെ. അതാണ് പുട്ടിന്റെ ധൈര്യം. പുടിൻ എന്തുകൊണ്ടാ റഷ്യനെ അല്ല യൂറോപ്പിനെ വെല്ലുവിളിക്കുന്നത്? കാരണം ഈ പുട്ടിൻ അറിയാം, ആ സാമ്പത്തികമായിട്ടും സൈനികപരമായിട്ടും ഒന്നുമില്ല ആരുടെ കയ്യിൽ, റഷ്യയുടെ കയ്യിലും ഇല്ല, ജപ്പാന്റെ കയ്യിൽ, ജപ്പാനല്ല, നമ്മുടെ ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഫ്രാൻസിന്റെ കയ്യിലൊക്കെ ആകെ ഇരിക്കുന്ന എന്തുവാ, കുറെ പേര് പല അന്യദേശങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അവരെന്താ ചെയ്യാൻ പോകുന്ന, യുദ്ധം പൊട്ടി പുറപ്പെട്ട ഇവിടുന്ന് കിട്ടാവുന്നതൊക്കെ കട്ടുമുടിച്ചുകൊണ്ട് അവരുടെ സ്വദേശമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും പിന്നെ ഏതെങ്കിലും സ്ഥാനിലേക്കും ഓടിപ്പോവും. അതുകൊണ്ട് ജനങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ഒരു കാരണവശാലും ഈ സ്റ്റാർമർക്കും വേണ്ടിയും വേറൊരു രാജാവ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, കള്ളനായിട്ടുള്ള രാജാവിന് വേണ്ടിയും ഞങ്ങളുടെ ജീവിതം കളയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. രാജ്യസേവനമൊക്കെ മനസ്സിൽ തന്നെ ഇങ്ങനെ ചിന്തിക്കുന്ന തലമുറ വരണമെങ്കിൽ അതിന് കാരണക്കാര് അവിടുത്തെ ജനനേതാക്കന്മാരാണ്. ഇത് പറയുമ്പോൾ നമ്മൾ അഭിനന്ദിക്കണം നമ്മുടെ നേതാവിനെ, നമ്മുടെ നരേന്ദ്രമോദിയെ. കാരണം 10 വർഷമായിട്ട് ഇന്നും രാജ്യം അനാവശ്യമായ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം എന്തുകൊണ്ടാ, ഓരോ പട്ടാളക്കാരും ഷഹീദ്, അല്ലെങ്കിൽ അവൻ ജീവത്യാഗം, ഓരോരുത്തരുടെയും ജീവന് വിലയുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അല്ലാതെ 10 രൂപ സമ്പാദിക്കാനോ അല്ലെങ്കിൽ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെറുതെ പട്ടാളക്കാരയച്ച് മരിക്കുകയല്ല. ഓർക്കണം ലണ്ടന്റെ അവസ്ഥ എന്താന്ന്.